بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم മിമ്പറിൻ്റെ സ്ഥാനവും വലിപ്പവും കാലത്തിനനുസരിച്ച് വീടുകൾ, കെട്ടിടങ്ങൾ, ബംഗ്ലാവുകൾ മുതലായ നിർമ്മിതികൾ പരിഷ്കരിച്ചു വരുമ്പോൾ പരിശുദ്ധ മസാജിദുകൾ മാറ്റം വരുത്തപ്പെട്ടിട്ടുണ്ട്. സ്വഹാബത്തിൻ്റെ കാലം മുതൽ തുടങ്ങിയ യാഥാർത്ഥ്യമാണിത്. സൂക്ഷ്മതയും തഖ്വയുമുള്ള പണ്ഡിതർ നേതൃത്വം നൽകി നിർമ്മിച്ച പള്ളികൾ ധാരാളം കാലോചിതമായി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പള്ളികളിലെ മിമ്പറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തുള്ളതുപോലെ മരത്തിൻ്റെ 3 പടിയും ഇരിക്കാൻ മറ്റൊരു പടി തൊട്ടുമുകളിൽ ഏണി രൂപത്തിലുള്ളതാവണമെന്ന് ചിലർ വാശി പിടിക്കുന്നു. നമ്മുടെ ഇമാമീങ്ങളുടെ ഇബാറത്തുകൾ നാം ശ്രദ്ധിച്ചാൽ മിമ്പർ പള്ളിക്കനുസരിച്ച് നീളവും വീതിയും ആകൃതിയും കൂട്ടാം എന്നാണ് മനസ്സിലാകുക. ഖതീബ് ഖുതുബ ഓതുമ്പോൾ വലത് കൈകൊണ്ട് മിമ്പറിൻ്റെ വലത്തെ സൈഡ് പിടിക്കണം. ഇടത് കൈകൊണ്ട് വാളോ വടിയോ പോലോത്തത് കൊണ്ട് ഊന്നി നിൽക്കണം. അതിന് സാധിച്ചില്ലെങ്കിൽ വലത്തെ കയ്യിനെ നെഞ്ചിൻ്റെ താഴെ ഇടത് കയ്യിൻ്റെ മുകളിൽ വെക്കണം, നിസ്കാരത്തിൽ വെക്കും പോലെ. തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യേണ്ട ആയത്ത് ഖതീബ് ഓതിയാൽ സുജൂദ് ചെയ്യാൻ സൗകര്യപ്രദമായ സ്ഥലം മിമ്പറിൽ ഉണ്ടാകുന്നത് സൗകര്യപ്രദമാണെന്ന് ഫുഖഹാന്റെ ഉദ്ധരണികളിൽ നിന്ന് ഗ്രഹിക്കാം. അപ്പോൾ മുസ്തറാഹ് എന്ന ഖതീബിന് ഇരിക്കാനുള്ള സ്ഥലം സ്വാഭാവികമായും നിൽക്കുന്ന സ്ഥലത്തേക്കാൾ കുറേ അകലത്തിലായിരിക്കും എന്ന് ഗ്രഹിക്കാം. മുസ്തറാഹ് എന്നാൽ ഖതീബിന് ബാങ്ക് കൊടുക്കുമ്പോൾ ഇരിക്കാനുള്ള സ്ഥലമെന്നാണ് ഫുഖഹാ വിശദീകരിച്ചത്. അത് മരപ്പലകയുടെ പടിയാകുന്നത് പോലെ കസേരയോ മറ്റു നിർമ്മിതികളോ ആവാം. വിശാലമായ മിമ്പറാണെങ്കിൽ മിമ്പറിൻ്റെ വലഭാഗം നിൽക്കണം. വലഭാഗത്തിൻ്റെ അരുവിൽ വലത് കൈ വെക്കണം. ഇടത് കൈയിൽ വാളും പിടിക്കണം. അപ്പോൾ സ്വയം ഖുതുബ കാണാതെ ഓതാൻ അറിയാത്ത ഖതീബിന് നോക്കി ഓതേണ്ടി വരും. 2 കൈയും ഒഴിവില്ലാതെ വരുമ്പോൾ കിതാബോ മറ്റ് ഉപകരണമോ വെക്കാൻ സ്റ്റാൻഡ് നിർമ്മിക്കേണ്ടി വരും. വാരിദായ സുന്നത്ത് നഷ്ടപ്പെടാതെയാണ് അമൽ ചെയ്യേണ്ടത്. മൈക്കിൽ ഖുതുബ ഓതുന്ന ഖതീബിന് മൈക്ക് വെക്കാൻ സ്റ്റാൻഡ് വെക്കുന്നത് പോലെ ഒരു കയ്യിൽ കിതാബും മറ്റേ കയ്യിൽ മൈക്കും പിടിച്ചാൽ വാരിദായ രീതി നഷ്ടപ്പെടും. മിഹ്റാബിൽ നിന്ന് നിസ്കരിക്കുന്നവൻ്റെ ബലഭാഗത്ത് 1-2 മുഴം അകലത്തിലാണ് മിമ്പർ സ്ഥാപിക്കേണ്ടത്. മിമ്പറിലേക്ക് കയറുമ്പോൾ ഖിബ്ലക്ക് തിരിഞ്ഞ് ജനങ്ങളെ പിന്നിലാക്കി കയറുന്ന രീതിയിൽ സ്റ്റെപ്പ് ഡിസൈൻ ചെയ്യേണ്ടതാണ്. ഈ കാര്യങ്ങളുടെ ഇബാറത്തുകൾ ചുരുങ്ങിയ രീതിയിൽ വിവരിക്കാം. 1. മിമ്പറിൻ്റെ വീതി. ഇമാം നവവി ശറഹുൽ മുഹദ്ദബിൽ പറയുന്നു, ഖാലൂ വയുക്റഹുൽ മിമ്പറുൽ കബീറു ജിദ്ദൻ അല്ലദീ യുളയ്യിഖു അലൽ മുസല്ലീന ഇദാ ലം യകുനിൽ മസ്ജിദു മുത്തസിഅൻ. നിസ്കരിക്കുന്നവർക്ക് സ്ഥലമില്ലാതെയാകുന്ന നിലക്കുള്ള വലിയ മിമ്പർ
അത് കറാഹത്താക്കപ്പെടും. മസ്ജിദ് വിശാലതയുള്ളത് അല്ലെങ്കിൽ, ഇപ്പം വിശാലതയുള്ള വലിയ പള്ളിയിൽ വലിയ മിമ്പർ വെക്കാം. സറഹുൽ മുഹദ്ദബ്. വയുക്റഹു മിമ്പറുൻ കബീറുൻ യുളയ്യിഖു അലൽ മുസല്ലീൻ വയുസ്തഹബ്ബു ഇദാ കാനൽ മിമ്പറു വാസിഅൻ അൻ യകൂമ അലാ യമീനിഹി ഖാലഹുൽ ഖാദി ഹുസൈൻ വസ്വാഹിബുത് തഹ്ദീബ്. ഇമാം നവവി റൗദയിൽ പറഞ്ഞ ഭാഗത്താണത്. മിമ്പർ വിശാലമായ മിമ്പറാണെങ്കിൽ ഖതീബിനിക്ക് സുന്നത്താണ് അവൻ മിമ്പറിൻ്റെ വലതുഭാഗത്ത് നിൽക്കൽ. ഇത് ഖാദി ഹുസൈൻ എന്നവരും സാഹിബുത് തഹ്ദീബ് ബഗവി പറഞ്ഞതാകുന്നു. മിമ്പർ വിശാലമാവുക എന്നൊരു സമ്പ്രദായമുണ്ട്. വിശാലമായ മിമ്പറാണെങ്കിൽ മിമ്പറിൻ്റെ വലതുവശത്താണ് ഖതീബ് നിൽക്കേണ്ടത്. അപ്പോൾ മിമ്പറിന് വിശാലത പറ്റും, വീതി പറ്റും എന്ന് മനസ്സിലായി. വലിയ പള്ളിയാണെങ്കിൽ വീതിയുള്ള മിമ്പർ. 2, മിമ്പറിൻ്റെ നീളം. ഇമാം ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ വമിമ്പറുഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന 3 ദറജിൻ ഗൈറൽ മുസമ്മാതി ബിൽ മുസ്തറാഹ്. മുസ്തറാഹ് എന്ന് പേര് വെക്കപ്പെടുന്നതല്ലാത്ത 3 പടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിമ്പറിനുണ്ടായിരുന്നു. മുസ്തറാഹു യുസന്നുൽ വഖൂഫു അലല്ലതി തലിഹാ ലിൽഇത്തിബാ നഅൻ ഇൻ ത്വാല വഖഫ അലസ്സാബിഅതി തുഹ്ഫ. മുസ്തറാഹിൻ്റെ തൊട്ട് ഉള്ള പടി, ആ പടിൻ്റെ മേൽ തൊട്ട് താഴെയുള്ള പടിൻ്റെ മേലാണ് ഇമാം നിൽക്കേണ്ടത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തിബാഇന് വേണ്ടി. എങ്കിലും മിമ്പർ വളരെ നീണ്ടതാണെങ്കിൽ ഇൻ ത്വാല വഖഫ അലസ്സാബിഅതി 7-ാമത്തിൽ പോയി നിന്നാൽ മതി. 10-20 സ്റ്റെപ്പ് ഉണ്ടെങ്കിലും 7-ാം സ്റ്റെപ്പിൻ്റെ അവിടെ പോയി നിൽക്കണം. എന്നിട്ട് അതിന് കാരണം പറയേണ്ടത് ഷെർവാനിയിലെ ബഹുമാനപ്പെട്ട മർവാൻ ഇബ്നുൽ ഹക്കം മദീനയിൽ ഗവർണറായ കാലത്ത് മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അവർ നബി തങ്ങളുടെ മിമ്പറിൻ്റെ മേലിൽ 6 പടിയും കൂടി കൂട്ടി. അങ്ങനെ ടോട്ടൽ പടികൾ 9 മാറി മുസ്തറാഹ് കൂടാതെ. ഇത് ഷെർവാനിയുടെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ 7-ാമത്തെ എന്ന് പറയുന്നത് 1-ാമത്തിൽ നിന്നുള്ള 1-ാം പടിയാവും. നബിൻ്റെ കാലത്തുള്ള മിമ്പറിൻ്റെ 1-ാം പടി. ഇനി ലോകത്ത് എവിടെയാണെങ്കിലും അങ്ങനത്തെ നിന്നാൽ മതി. 3, മിമ്പർ മരം കൊണ്ട് തന്നെ നിർമ്മിക്കണമെന്നില്ല. ഇമാം നവവി ശറഹുൽ മുഹദ്ദബ് അതുപോലെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിൽ ഈ വിഷയം പറയുന്നുണ്ട്. ഫൽ മിമ്പറു മിനൻ നബരി വഹുവൽ ഇർത്തിഫാ എന്ന അർത്ഥത്തിനുള്ള നബറിൽ നിന്ന് പിടിച്ച ആലത്തിൻ്റെ ഇസ്മാണ് മിമ്പർ. അപ്പോൾ ഖതീബിന് ഉയർന്നു നിൽക്കാനുള്ള നിർമ്മിതി എന്നേ അതിനർത്ഥമുള്ളൂ. ഖതീബ് പൊന്തി നിൽക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക നിർമ്മിതി എന്നല്ല, മരത്തിൻ്റെ ആവണമെന്ന് കൊടുക്കാതെ നിയമം കൈത് പറഞ്ഞിട്ടില്ല. 4, മിമ്പറിൽ സുജൂദ് ചെയ്യാനുള്ള സൗകര്യം. ഖാല അസ്ഹാബുനാ വലൗ ഖറഅ സജദതൻ നസല വസജദ ഇല്ലം യുംകിൻഹു സുജൂദു അലൽ മിമ്പർ ഫഇൻ അംകനഹു ലം യൻസിൽ ബൽ സജദ അലൈഹി. ഇമാം നവവി ശറഹുൽ മുഹദ്ദബിൽ പറയാണ്, നമ്മുടെ അസ്ഹാബുമാർ പറഞ്ഞു, ഒരു ഖതീബ് മിമ്പറിൽ കയറി സജദൻ്റെ ആയത്തോതിയാൽ മിമ്പർ നിന്ന് ഇറങ്ങി താഴെ വെച്ച് തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യണം. എപ്പോൾ മിമ്പറിൻ്റെ മേലിൽ തന്നെ സുജൂദ് ചെയ്യാനുള്ള സൗകര്യമില്ലെങ്കിൽ, മിമ്പറിൽ തന്നെ സുജൂദ് ചെയ്യാനുള്ള സൗകര്യമുണ്ടായാൽ അവൻ ഇറങ്ങി സുജൂദ് ചെയ്യണ്ട, മിമ്പറിൻ്റെ മേലെ തന്നെ നിന്ന് സുജൂദ് ചെയ്യണം. ഇപ്പം പറഞ്ഞ അർത്ഥം എന്താ? ഇമാമ് നിൽക്കുന്ന ആ പടി, ഖതീബ് നിൽക്കുന്ന ആ പടി, മുസ്തറാഹിൻ്റെ തൊട്ട് താഴെയുള്ള പടി,
ആ പടിമ തന്നെ സുജൂദ് ചെയ്യാനുള്ള സൗകര്യം ഖത്തീബിനുണ്ടായാൽ തിലാവത്തിൻ്റെ സുജൂദ് അവിടെ തന്നെ സുജൂദ് ചെയ്യലാണ് വേണ്ടത്. അപ്പോൾ ആ പടി ഒരടിയുള്ള ഈ 1.25 അടിയുള്ള ഒരു പടി എന്നല്ല പറഞ്ഞത്. കിബ്ലൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞ് സുജൂദ് ചെയ്യാൻ മാത്രം സൗകര്യമുള്ളത് അവിടെ നിന്നല്ല, വീതിൻ്റെ കുഴപ്പമില്ല എന്നല്ല പറഞ്ഞത്. അതിപ്പോൾ പല കിതാബിലുണ്ട് ആ വിഷയം. ഞാൻ സർവ്വമോദ് വളരെ വ്യക്തമായതുകൊണ്ട് ഉദ്ധരിച്ചു എന്നുള്ളൂ. 5 ഖത്തീബിൻ്റെ വലത് കൈ മിമ്പറിൻ്റെ വലത് ഭാഗത്ത് വെക്കണം. വഅൻ യസ്തഗില യുസ്റാഹു ബിനഹ്വി സൈഫിൻ വയുംനാഹു ബിഹർഫിൽ മിമ്പരി. ഖത്തീബിൻ്റെ വലത് കൈ മിമ്പറിൻ്റെ ഒരു ഭാഗം കൊണ്ട് സ്വകലാവണം. അതിന് കാരണം പറഞ്ഞത് ലിത്തിബാഇ സലഫി വൽ ഖലഫി. സ്വഹാബത്തുൽ കിറാമും താബീങ്ങളും തബൗത്താബീങ്ങളും അവർ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. അവരോടുള്ള ഇത്തിബായിന് വേണ്ടി സലഫും ഖലഫും മിമ്പറിൻ്റെ വലഭാഗം ഖത്തീബിൻ്റെ വലത് കൈ കൊണ്ട് പിടിച്ചു നിന്നിരുന്നു. അങ്ങനെ അവിടെ പിടിക്കണം. 6 ഇടത് കയ്യിൽ വാൾ. വയസ്തഗില യുസ്റാഹു ബിനഹ്വി സൈഫിൻ ലില്ലിത്തിബാഇ റവാഹു അബൂ ദാവൂദ. ഇതെല്ലാം ശറഹുൽ മൻഹജിൻ്റെ ഇബാറത്താണ്. അവൻ്റെ വലത് ഇടത്തെ കൈ കൊണ്ട് വാള് പോലെയുള്ള വല്ലതും സ്വലാവണം. ചില ഇബാറത്തിൽ വയഅ്തമിദാണ്, അതുകൊണ്ട് കുത്തി നിൽക്കണം. ലില്ലിത്തിബാഇ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇത്തിബാഇന് വേണ്ടി. ആ ഇത്തിബാഇനെ ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 7 മിമ്പറിൻ്റെ വലത് ഭാഗത്ത് നിൽക്കണം. വയുസ്തഹബ്ബു ഇദാ കാനൽ മിമ്പറു വാസിഅൻ അൻ യഖൂമ അലാ യമീനിഹി ഖാലഹുൽ ഖാളി ഹുസൈൻ വസ്വാഹിബു തഹ്ദീബ്. മിമ്പർ വിശാലതയുള്ള മിമ്പറാണെങ്കിൽ, മിമ്പറിൻ്റെ ഇടത് ഭാഗത്തും വലത് ഭാഗത്തും ബാക്കിലും മുന്നിലൊക്കെ നിൽക്കാൻ സൗകര്യമുള്ളതാണെങ്കിൽ മിമ്പറിൻ്റെ വലത് ഭാഗത്ത് പോയി നിൽക്കണം. റൗള, നബിമാമിൻ്റെ റൗള. 8 മുസ്തറാഹ് മരപ്പലക തന്നെ ആവണമെന്നില്ല. ഇമാം നഹ്വി ശറഹുൽ മുഹദ്ദബിൽ പറയുന്നു, അൽ മുസ്തറാഹു ഹുവ അലൽ മിമ്പരി الذي يقعد عليه الخطيب ليستريح قبل الخطبة حال الأذان. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഖുതുബൻ്റെ മുമ്പായും കൊണ്ട് ഒരു ചെറിയൊരു റെസ്റ്റിന് വേണ്ടി ഖത്തീബ് ഇരിക്കുന്ന ഒരു മിമ്പറിൻ്റെ മേൽഭാഗം എന്നേ അതിനർത്ഥമുള്ളൂ. മിമ്പറിൻ്റെ മേലത്തെ ഒരു ഭാഗം ഖത്തീബ് ഇരിക്കാനുള്ള സ്ഥലം എന്നല്ലാതെ മരപ്പലക കൊണ്ടുള്ള പലക ഉള്ള ഒരു തട്ട് എന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. ഖത്തീബ് ഇരിക്കാനുള്ള സ്ഥലം എന്നേ അർത്ഥമുള്ളൂ. 9 മിമ്പറിൽ വലത് കൈ വെക്കാനുള്ള സ്ഥലവും ഇടത് കൈയിൽ പിടിക്കാൻ വാൾ പോലത്തതും ലഭിച്ചില്ലെങ്കിൽ കൈ നിസ്കാരത്തിൽ വെക്കും പോലെ വെക്കണം. ഇബാറത്ത് ഫഇല്ലം യജിദ് ശൈഅൻ മിൻ ദാലിക ജഅലൽ യമീന അലൽ യുസ്റാ ഔ അർസലഹുമാ. ശറഹുൽ മൻഹജ്. വലത്തെ കയ്യിൽ മിമ്പർമ വെക്കാൻ, മിമ്പർക്ക് മിമ്പറിൻ്റെ മോൾക്കൊന്നുമില്ല, വല്ല തൂണോ വല്ല പടികളോ ഒന്നും വല്ല മിമ്പറിനോ ഡിസൈൻ ചെയ്തോ ഒന്നും തന്നെ ഇല്ല. വെറും കോണി മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. ഇടത്തെ കയ്യിലാണെങ്കിൽ പിടിക്കാൻ വടിയോ വാളോ അതും കിട്ടിയില്ല. എന്നാൽ നിസ്കാരത്തിൽ വെക്കും പോലെ നെഞ്ഞിൻ്റെ താഴെ വലത്തെ കയ്യിന് ഇടത്തെ കയ്യിൻ്റെ മുകളിൽ വെക്കണം. അവിടെ ശറഹുൽ മൻഹജ് മറ്റ് ബുജൈരിമിലെ ചർച്ച ഉണ്ട്. എന്താ, ഒരു ഭാഗത്ത് വലതുവശത്ത് ചെറിയ ഒരു കയ്യൊക്കെ സ്ഥലമുണ്ട്, ഇടത്തെ വശത്ത് പിടിക്കാൻ വടിയുമില്ലെങ്കിൽ ഉള്ള സ്ഥലത്ത് വലത്തെ കൈ വെച്ചോട്ടെ, ഇടത്തെ കൈ താത്തിട്ടോട്ടെ എന്നുള്ള ചർച്ച നടക്കുന്നുണ്ട്. 10 മിമ്പറിൻ്റെ സ്ഥാനം. വയുസന്നു വദൂഹു അലാ യമീനിൽ മിഹ്റാബി അയൽ മുസല്ലി ഫീഹി. മിഹ്റാബിൽ വെച്ച് നിസ്കരിക്കുന്നവൻ്റെ വലതുവശത്ത് മിമ്പർ വെക്കണം. അന്ന മിമ്പറഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹകദാ ഉദിഅ. നബി തങ്ങളെ മിമ്പർ ഇങ്ങനെയായിരുന്നു വെച്ചിരുന്നത് എന്നവിടെ ഷെർവാനി ഇല്ലത്തും പറയുന്നു.
വയംബഗി അൻ യകൂന ബൈനൽ മിംബരി വൽ ഖിബ്ലതി ഖദ്റു ദിറാഇൻ ഔ ദിറാഇനി. മിമ്പറിൻ്റെയും കിബിലൻ്റെയും ഇടയിൽ ഒരു മുഴമോ 2 മുഴമോ ഉണ്ടായിരിക്കണം. മിറാബിനോട് ചാരിയല്ല, അല്പം അകത്തിയാണ് വെക്കേണ്ടത്. മുഗ്നി, നിഹായ, നഖലായിട്ട് ചെറുവാനി. മിമ്പറിൻ്റെ സ്റ്റെപ്പിൻ്റെ ഡിസൈനിങ് ഫൈദാ സഇദ സല്ലമ സാലിസൻ ലിഅന്നഹു ഇസ്തദ്ബറഹും ഫീ സുഊദിഹി ഫകഅന്നഹു ഫാറകഹും. കുറേ ഭാഗത്തിന് ഞാൻ ഒന്ന് പെട്ടെന്ന് കണ്ടത് പറഞ്ഞു എന്നേ ഉള്ളൂ. മിമ്പറിൽ നിന്ന് ഖതീബ് മിമ്പറിലേക്ക് കയറുമ്പോൾ ജനങ്ങളേക്ക് പിന്നിട്ടത് കാരണം പിന്നീട് മിമ്പറിൽ കയറി വലത്തോട്ട് തിരിഞ്ഞതല്ലേ. അപ്പം ഖതീബിനെ അവൻ പിരിഞ്ഞതുപോലെയായി ആ പിന്നിടൽ കൊണ്ടിട്ട്, അതുകൊണ്ടിട്ടാണ് മൂന്നാമത് വേറെ സലാം പറയണമെന്ന് പറയുന്നത്. ഒന്നാം സലാം ഖതീബ് പള്ളിയിലേക്ക് കയറി വരുമ്പോൾ, 2 ഖതീബിൻ്റെ മിമ്പറിൻ്റെ അടുത്തെത്തുമ്പം മുക്കിറിനോടും തൊട്ടടുത്തുള്ളവരോടും, പിന്നെ മിമ്പറിലേക്ക് എല്ലാവരും ബാക്കിലാക്കി മിമ്പറിലേക്കാണ് കയറിയിട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ ആ നൃത്തത്തിൽ ജനങ്ങളെ മുഴുവനും അവൻ പിരിഞ്ഞ മാതിരിയായി ആ ഒറ്റ പിന്നിടൽ കൊണ്ടിട്ട്. അപ്പോൾ ജനങ്ങൾ രണ്ടാമത് കാണുമ്പോൾ ഒരു സലാം കൂടി പറയണം, 3-ാം സലാം. ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത്, പുതിയ മിമ്പറുകളിൽ ഖതീബുമാർ നോക്കി ഓതുന്നവരാണെങ്കിൽ, മൈക്ക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ മൈക്കൊരു സ്റ്റാൻഡ്, അതുപോലെ കിതാബ് വെക്കാനോ ലാപ്ടോപ്പ് വെക്കാനോ ഫോൺ വെക്കാനോ ഒരു സ്റ്റാൻഡ്, അത് വിരോധിക്കപ്പെട്ടതല്ല. അത് ഒരു സുന്നത്തിനും എതിരുമല്ല. മിമ്പർ സൗകര്യപ്രദമായി നിർമ്മിക്കാം എന്നാണ് മനസ്സിലാകുന്നത്.